ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് പന്തളം കൊട്ടാരം നിർവാഹക സമിതി സംഘം സെക്രട്ടറി സുരേഷ് വർമ്മ. സ്വർണ്ണപ്പാളി കാണാതായതിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. 1999 വിജയമല്ല ശബരിമല സ്വർണ്ണത്തിൽ പൊതിഞ്ഞു എന്നാണ് രേഖകളിലുള്ളത്. 2019 കൊണ്ടുപോയത് ചെമ്പാണെങ്കിൽ സ്വർണം എവിടെ പോയെന്നും ഇദ്ദേഹം ചോദിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ വിശദീകരണത്തിൽ വ്യക്തത ഒന്നും തന്നെയില്ല. തൂക്കത്തിൽ വന്ന വ്യത്യാസത്തെ പറ്റിയുള്ള വിശദീകരണം തൃപ്തികരവുമല്ല. മാത്രമല്ല ശബരിമലയിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് മാർഗരേഖയുണ്ടെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് ശബരിമല സന്നിധാനത്ത് സ്വാധീനമുണ്ടായതെന്ന് അന്വേഷിക്കണമെന്നും സുരേഷ് വർമ്മ പറയുന്നുണ്ട്. ദേവസ്വത്തിന്റെ അറിവോടെ അല്ലാതെ പോറ്റിക്ക് അവിടെ നിന്നും പാളികൾ കൊണ്ടുപോകാൻ കഴിയില്ല. തന്ത്രിയുടെ അനുമതിയില്ലാതെ ശ്രീകോവിലിൽ പണികളും നടക്കില്ല. ശബരിമലയിൽ എല്ലാം സ്പോൺസർമാരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. എല്ലാ നിയമങ്ങളും ലംഘിച്ചാണ് പാളികൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്നത്. ഈ നിയമലംഘനത്തെ നിസ്സാരമായി കാണരുതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് നേരത്തെ അറിയില്ലായിരുന്നുവെന്നും സുരേഷ് വർമ്മ പറയുന്നു.